പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കാൻ സാധിച്ചതിൽ കർത്താവായ യേശുവിനും അമ്മയുടെ മാധ്യസ്ഥനും ആയിരം നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജിബിൻ. ഞാൻ തലശ്ശേരി രൂപതയിലെ വായാട്ടുപറമ്പ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് 10 ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 13 വർഷമായിട്ട് വിദേശത്തേക്ക് ഒരു ജോലിക്ക് ശ്രമിക്കുന്ന ആളാണ്. ഞാൻ 2010 കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നല്ലൊരു അധ്യാപകന ജോലി വന്നു. അപ്പം എൻ്റെ പേരൻസൊക്കെ ടീച്ചേഴ്സാണ്. അവർക്ക് ഞാനൊരു അധ്യാപകനായി തുടരണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ അന്ന് എനിക്ക് ഒരു വിദേശത്ത് ഒരു കോഴ്സ് പോയി പഠിക്കണം, അവിടെ ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കുമായിരുന്നു. അവസാനം എൻ്റെ ആഗ്രഹത്തെ മാനിച്ച് എൻ്റെ വീട്ടുകാർ എനിക്ക് സപ്പോർട്ട് തന്ന് ഞാൻ IELTS പഠിച്ച് ഞാൻ കാനഡയ്ക്ക് അപ്ലൈ ചെയ്തു. അന്ന് കാനഡയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ വളരെ വിരളമായ ഒരു സംഭവമാണ്. കാരണം നമുക്കൊരു ബാങ്കിൽ നിന്ന് ലോൺ പോലും കിട്ടില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും റെഡിയായി, കാനഡയ്ക്ക് പോകാനുള്ള ഇതെല്ലാം റെഡിയായി, കോഴ്സ് എടുത്ത് പോകാനുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ ലാസ്റ്റ് നിമിഷം വിസ റിജക്റ്റ് ആയിപ്പോയി. അപ്പോൾ അത് ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ്. എന്നിരുന്നാലും അവരത് പറഞ്ഞിരുന്നില്ല. അവർ വീണ്ടും അപ്പീൽ കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തു, വീണ്ടും തള്ളിപ്പോയി. അതിനുശേഷം 1.5 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും വേറൊരു ഏജൻറ്റ് വഴി അപ്ലൈ ചെയ്തു. പക്ഷേ ആ ഏജൻറ്റ് എന്നെ പറ്റിച്ച് അന്ന് 6.5 ലക്ഷം രൂപയും കൊണ്ട് പോയി. പിന്നീട് ആ ഏജൻറ്റിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. എൻ്റെ കസിൻ ഉൾപ്പെടെയുള്ളവർ ഇതായിരുന്നു. പക്ഷേ അവരെല്ലാവരും കൈമാറി. അതിനുശേഷം എൻ്റെ കല്യാണം നടന്നപ്പോഴും വൈഫ് പലപ്പോഴും IELTS കാര്യങ്ങളൊക്കെ എഴുതാൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും മുടങ്ങിപ്പോകുന്ന അവസ്ഥയിലായി. അങ്ങനെ നിലവിൽ ഞാൻ മാത്രം ഒരു ജോലിയിൽ തുടർന്നു. ഞങ്ങൾക്ക് കുട്ടികളുണ്ടായി. മുന്നോട്ട് ട്രൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. 2019 ഞാൻ നിലവിൽ ഉണ്ടായിരുന്ന ജോലി രാജിവെച്ച് IELTS പഠിക്കാൻ വേണ്ടി തുടങ്ങി. അപ്രതീക്ഷിതമായി കൊറോണ വന്ന് അതും എനിക്ക് മുടങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുകളും, ഞങ്ങൾക്കൊരു നല്ല ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളെ കുറ്റപ്പെടുത്താനും കാര്യങ്ങളൊക്കെ തുടങ്ങി. കാരണം ഞങ്ങൾ ആ ഒരു അവസ്ഥയിലോട്ട് തള്ളപ്പെട്ട് പോയിരുന്നു. കാരണം ജോലി കിട്ടാഞ്ഞിട്ടല്ല, ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് വൈഫിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ജോലി കിട്ടി. അതിനകത്തും ചില തടസ്സങ്ങൾ കാരണം ചേരാൻ പറ്റിയില്ല. അങ്ങനെ മൊത്തത്തിൽ തടസ്സത്തിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ 2022 വൈഫ് IELTS എഴുതി സ്കോർ കിട്ടി. ഞങ്ങൾ കേരളത്തിൽ തന്നെ ഏറ്റവും റെപ്യൂട്ടഡായ ഏജൻസിയെ സമീപിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ സ്കോർ കൊണ്ട് ധാരാളം 1 വർഷത്തിനുള്ളിൽ കാനഡയിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രോസസ്സ് തുടങ്ങി. 1 വർഷം കഴിഞ്ഞിട്ടും ഇതിന് മാറ്റവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് ഞങ്ങൾ 2023 മെയ് 10